എല്ലാവർക്കും നമസ്കാരം. ദാഷിൻസ് കോർണറിലേക്ക് സ്വാഗതം. സോ ഇന്ന് 8ാം ക്ലാസ്സുകാരുടെ ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് കാരോലിൻ ഷെർവിൻ ബെയ്ലി. കാരോലിൻ ഷെർവിൻ ബെയ്ലി. കറക്റ്റായിട്ട് സ്പെല്ലിങ് നോക്കി വെക്കണം. എക്സാമിന് എഴുതുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു സ്പെല്ലിങ് പഠിച്ചിട്ടുണ്ടാവണം. ആരാണ് അദ്ദേഹം? യെസ്, അതൊരു ലേഡിയാണ്. വാസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. യെസ്, കുട്ടികളുടെ സാഹിത്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാഹിത്യം എഴുതുന്ന റൈറ്ററാണ്. ഷി വാസ് ബോൺ ഇൻ എവിടെയാണ്? ഹൂസിക് ഫാൾസ്, ന്യൂയോർക്കിലെ ഹൂസിക് ഫാൾസിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അറ്റൻഡഡ് ടീച്ചേഴ്സ് കോളേജ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഫ്രം വെയർ ഷീ ഗ്രാജുവേറ്റഡ്. യെസ്, ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത് ഇൻ 1896. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറീസാണ്. കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബോയ്സ് ആൻഡ് ഗേൾസ് ഓഫ് കൊളോണിയൽ ഡേയ്സ്, ബ്രോഡ് സ്ട്രൈപ്സ് and bright stars, hero stories, the little rabbit who wanted red wings. She wrote for the children's hour in collaboration. In 1947 her book Miss Hickory won the Newbery Medal. യെസ്, ന്യൂബറി മെഡൽ എന്ന് പറയുന്ന ഒരു അവാർഡും അത് അവരുടെ ആ ഒരു പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കിതൊന്നും ആവശ്യമില്ല. പക്ഷേ നിങ്ങളിതൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് നിങ്ങൾ ഗ്രാജുവേഷനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ, ഇംഗ്ലീഷ് ടീച്ചറാവാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളിതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സാംസ് ഒക്കെ വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരം പുസ്തകങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു റൈറ്ററെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ എക്സാമിൽ ഇതൊന്നും ഇൻട്രൊഡക്ഷനായിട്ടൊന്നും അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇൻട്രൊഡക്ഷനായിട്ട് നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് അങ്ങനെ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ തന്നെ ഈ റൈറ്ററെ കുറിച്ച് എവിടെയാണ് ജനിച്ചത് അങ്ങനെ മാത്രം എഴുതുക. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ The little round red house. People explore the world for experience and knowledge, but sometimes the best experiences are right under their noses and they are unaware of it. Here is an experience of a little boy who explored his surroundings to find out a little red round house. എന്താണ് ഇതിൽ പറയുന്നത്? യെസ്, പീപ്പിൾ എക്സ്പ്ലോർ ദ വേൾഡ് ഫോർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. യെസ്, അനുഭവങ്ങൾക്കും അറിവുകൾക്കും വേണ്ടിയിട്ട് പീപ്പിൾ ഒരുപാട് വേൾഡ്, ലോകം തന്നെ എക്സ്പ്ലോർ ചെയ്യും എന്നാണ് പറയുന്നത്. ലോകം ഒരുപാട് ചുറ്റിക്കാണും, ലോകം ഒരുപാട് വായിച്ചറിയും. നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? ലോകത്തെക്കുറിച്ച് അറിയാൻ, അനുഭവങ്ങളെക്കുറിച്ച് അറിയാൻ, എന്തെങ്കിലും നമ്മൾക്ക് അറിയില്ലാത്ത അറിവുകളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു റൈറ്ററെ കുറിച്ച് നമ്മൾ ഓർക്കണം അല്ലേ. അതിൽ റൈറ്ററും അങ്ങനെ തന്നെയാണ്, ജീവിതാനുഭവങ്ങൾ തേടിയിട്ടാണ് പോകുന്നത്. But sometimes the best experiences are right under their noses and they are unaware of it. എന്താ അതിൽ പറയുന്നത്? പക്ഷേ ഈ ലോകങ്ങളൊക്കെ കീഴടക്കുക അല്ലെങ്കിൽ ലോകങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത്, ലോകത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമ്മൾ ഓർക്കാത്തൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ബെസ്റ്റ് എക്സ്പീരിയൻസസ്, നല്ല ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ മൂക്കിന് കീഴേ തന്നെ ഉണ്ടാകും അല്ലേ, നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷെ നമ്മളത് അറിയുന്നില്ല. വി ആർ അൺഅവെയർ ഓഫ് ഇറ്റ്. ഹിയർ ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് എ ലിറ്റിൽ ബോയ്. അത്തരം ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. ആരെക്കുറിച്ചുള്ളൊരു കഥയാണ്? ഒരു കുഞ്ഞു ബോയ്, ഒരു ലിറ്റിൽ ബോയിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഹു എക്സ്പ്ലോർഡ് ഹിസ് സറൗണ്ടിങ്സ്. യെസ്, അവർ ആ ഒരു ബോയ് ആ ഒരു ബോയുടെ അവൻ്റെ ചുറ്റുപാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ്. യെസ്, ഒരു കുഞ്ഞ് ചുവന്ന ഒരു വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കിത് കഥയൊന്ന് വായിച്ചു നോക്കാം.
On a cold, rainy and windy Saturday in October, a little boy was bored. Yes, ഒരു തണുപ്പുള്ള നല്ല മഴയുള്ള നല്ല കാറ്റുള്ള ഒരു ശനിയാഴ്ച ഇൻ ഒക്ടോബറിലാണ്. എ ലിറ്റിൽ ബോയ് വാസ് ബോർഡ്. അവൻ വളരെ ബോറടിച്ച് നിൽക്കുകയാണ്. ഹി വെൻറ്റ് ഡൗൺ ടു ദ കിച്ചൺ വെർ ഹിസ് മദർ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ഹി സെഡ് യെസ്. അവൻ എന്താ ചെയ്തത്? അടുക്കളയിലോട്ട് പോയി, കിച്ചണിലോട്ട് പോയി. അമ്മ എന്താ ചെയ്യുന്നത് അവിടെ? മദർ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. മദർ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹി സെഡ് മോം ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, ഐ എം ബോർഡ്. യെസ്, എന്താ പറയുന്നത്? അമ്മേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ വളരെയധികം ബോറടിച്ചിരിക്കുകയാണ് ഇവിടെ, എന്താ ഞാൻ ചെയ്യേണ്ടത്? നമ്മളങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അല്ലേ, എന്താ എനിക്കൊന്നും പറ്റാതെ ഈ ഒരു കൊറോണ ടൈമിൽ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും അല്ലേ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നോ, പുറത്ത് പോകാനും പറ്റില്ല, വീട്ടിനുള്ളിൽ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അമ്മമാരോട് ചോദിക്കില്ലേ, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? അതുപോലെ ഈ ബോയും ചോദിച്ചു. ഹിസ് മദർ ലുക്ക്ഡ് അപ്പ് ഫ്രം ഹെർ പേപ്പർ ആൻഡ് സ്മൈൽഡ്. യെസ്, പത്രം വായനയിൽ നിന്നും അമ്മയുടെ മുഖം ഒന്ന് ഉയർന്നു. എന്നിട്ട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വൈ ഡോണ്ട് യു ഡ്രോ എ പിക്ചർ വിത്ത് യുവർ ന്യൂ ക്രയോൺസ്? നിൻ്റെ പുതിയ ക്രയോൺസ് ഉപയോഗിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ടൊരു ചിത്രം വരച്ചുകൂടാ? ഐ ഓൾറെഡി ഡ്രൂ 100 പിക്ചേഴ്സ്, ഹി സെഡ്. ഐ എം ബോർഡ്. എന്താണ്? ഞാനൊരു 100 ചിത്രങ്ങൾ വരച്ചു, ഇനി എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ബോർഡ് എന്ന വാക്ക് അവിടെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, അത്രയധികം അവന് ബോറടിക്കുന്നുണ്ട് എന്നതാണ് കാണിക്കുന്നത്. വെൽ, വൈ ഡോണ്ട് യു റീഡ് വൺ ഓഫ് യുവർ ന്യൂ ലൈബ്രറി ബുക്സ്, ഷീ സജസ്റ്റഡ്. യെസ്, നിൻ്റെ പുസ്തകങ്ങളിൽ നിന്നും നിനക്കൊരു പുതിയ പുസ്തകം നിനക്കെടുത്ത് വായിച്ചുകൂടെ? നിനക്ക് ഒരുപാട് പുതിയ ലൈബ്രറി പുസ്തകങ്ങളില്ലേ, അതിൽ നിന്നൊന്ന് എടുത്ത് വായിച്ചുകൂടെ? ഐ ഓൾറെഡി റെഡ് ഓൾ ഓഫ് മൈ ബുക്സ് 1000 times. 1000 തവണ ഞാൻ എൻ്റെ എല്ലാ ലൈബ്രറി പുസ്തകങ്ങളും എടുത്ത് വായിച്ചു. ഐ എം ബോർഡ്. യെസ്, ബോറടിക്കുന്നു എന്നാണ് പറയുന്നത്. ഹി സെഡ്. ഹൗ അബൌട്ട് പ്ലേയിങ് വിത്ത് യുവർ ടോയ്സ്? യെസ്, നിൻ്റെ ടോയ്സ് യൂസ് ചെയ്തിട്ട് നിനക്ക് കളിച്ചൂടെ? ഷീ സെഡ്. ഐ ഓൾറെഡി പ്ലേഡ് വിത്ത് 1,000,000 ടോയ്സ്. യെസ്, 1,000,000 ടോയ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ കളിച്ചു. 1,000,000 എന്ന് പറഞ്ഞാൽ 10 lakh ആണ് 1 million. ഓക്കെ, ഐ എം ബോർഡ്. പിന്നെയും പറഞ്ഞു എന്താണ്? പിന്നെയും എനിക്ക് ബോറടിക്കുന്നു എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈം മദേഴ്സ് ഡോണ്ട് ലൈക്ക് ഇറ്റ് വെൻ ദെയർ ചിൽഡ്രൻ സേ ദേ ആർ ബോർഡ്. യെസ്, മിക്ക സമയങ്ങളിലും അമ്മമാർക്ക് ഇഷ്ടമില്ല അല്ലേ, കാരണം കുട്ടികളെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യേണ്ട സമയമാണ്. ആ ഒരു സമയത്ത് മക്കൾ ബോറടിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഐ വാസ് നെവർ ബോർഡ് വെൻ ഐ വാസ് യുവർ ഏജ്. യെസ്, അമ്മ പറഞ്ഞു, ഞാൻ നിൻ്റെ പ്രായത്തിലുള്ള സമയത്ത് ഒരിക്കലും എനിക്ക് ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. ദേ സേ ദോ ദിസ് കാൺ ബി ട്രൂ, ക്യാൻ ഇറ്റ്? യെസ്, എന്താ പറയുന്നത്? ഇത് സത്യമാവാൻ സാധ്യതയില്ല, ആയിരിക്കുമോ എന്നൊരു ചോദ്യമാണ്. ദ ലിറ്റിൽ ബോയ്സ് മദർ തോട്ട് ഫോർ എ ബിറ്റ് ആൻഡ് then she said, I remember one day when I was your age and I was bored. ഞാൻ നിൻ്റെ പ്രായത്തിലുള്ള ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. റിമെമ്പർ, ഞാൻ ഓർക്കുന്നു. വൺ ഡേ, ഒരു ദിവസം, വെൻ ഐ വാസ് യുവർ ഏജ് ആൻഡ് ഐ വാസ് ബോർഡ്, എനിക്ക് ബോറടിച്ച സമയത്ത് മൈ മദർ, യുവർ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മ, അതായത് നിൻ്റെ മുത്തശ്ശി, സെൻഡ് മീ ഔട്ട് ടു സെർച്ച് ഫോർ ദ സ്ട്രേഞ്ചസ്റ്റ് ലിറ്റിൽ ഹൗസ്. യെസ്, ഒരു അജ്ഞാതമായ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കുഞ്ഞു വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്നെ പുറത്തോട്ട് അയച്ചു. ഇഫ് യുഡ് ലൈക്ക് ഐ ക്യാൻ ടെൽ യു ജസ്റ്റ് വാട്ട് ഷീ ടോൾഡ് മീ ടു ഡു. യെസ്, ഇഫ് യുഡ് ലൈക്ക്, നിനക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഐ ക്യാൻ ടെൽ യു, എനിക്ക് നിന്നോട് പറഞ്ഞു തരാൻ സാധിക്കും, എനിക്ക് നിന്നോട് പറഞ്ഞു തരാൻ കഴിയും. എന്താണ് ഗ്രാൻഡ് മദർ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ദ ലിറ്റിൽ ബോയ് ലുക്ക്ഡ് അപ്പ്. ഹിസ് മദർ വാസ് ബോർഡ് വൺസ്. ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. യെസ്, ലിറ്റിൽ ബോയും മുഖം ഉയർത്തി നോക്കി. എന്നിട്ട് അയ്യോ, അമ്മയും ഒരു കാലത്ത് ബോറടിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കഥയായിരിക്കും. ഷീ സെഡ്, ഫസ്റ്റ് യു നീഡ് ടു പുട്ട് ഓൺ യുവർ റെയിൻ കോട്ട്. ആദ്യം നീ നിൻ്റെ റെയിൻ കോട്ട് ഇടുക. ആൻഡ് യുവർ ഹാറ്റ് ആൻഡ് യുവർ സ്കാർഫ് ആൻഡ് യുവർ മിറ്റൻസ് ആൻഡ് യുവർ ബൂട്ട്സ്. എന്തൊക്കെയാണ് ഇടേണ്ടത്? റെയിൻ കോട്ട് ഇടണം, ഹാറ്റ് തൊപ്പി വെക്കണം, സ്കാർഫ് ഒരു ഷോളാണ്, ഒരു കുഞ്ഞു ഷോളാണ്, അത് വെയർ ചെയ്യണം. പിന്നെ മിറ്റൻസ് എന്ന് പറയുന്നത് കാലിലിടുന്ന സോക്സ്. ഓക്കെ, ആൻഡ് യുവർ ബൂട്ട്സ്
ബൂട്ട്സ് ഇടണം. ഷൂസ് ആണ് ബൂട്ട്സ്. ഓക്കെ, ദെൻ യു നീഡ് ടു ഗോ ഔട്ട്സൈഡ്. എന്നിട്ട് നീ പുറത്തോട്ട് പോകണം. ആൻഡ് ദെൻ യു നീഡ് ടു വാക്ക് അപ്പ് ദ ബ്ലോക്ക് ആൻഡ് ഡൗൺ ദ ബ്ലോക്ക് ആൻഡ് അറൗണ്ട് ദ ബ്ലോക്ക് ടു ലുക്ക് ഫോർ ദാറ്റ് ലിറ്റിൽ ഹൗസ്. യെസ്, നീ എന്ത് ചെയ്യണം? ഈ ബ്ലോക്കിലേക്കൂടി മേലോട്ടും താഴോട്ടും ചുറ്റും നടക്കുക. ഈ ഒരു വീടിൻ്റെ സറൗണ്ടിങ്സിലെ ചുറ്റും നടക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടു ലുക്ക് ഫോർ ദാറ്റ് ലിറ്റിൽ ഹൗസ്. ആ ഒരു ലിറ്റിൽ ഹൗസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നീ നടക്കുക. വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ഹൗസ്? ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്. എന്ത് തരത്തിലുള്ള ലിറ്റിൽ ഹൗസാണത്? ഇറ്റ്സ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. യെസ്, റൗണ്ട് ഷേപ്പിലുള്ള റെഡ് കളറിലുള്ള ലിറ്റിൽ ഹൗസാണത്. വിത്ത് നോ വിൻഡോസ്, നോ ഡോസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ഷീ സെഡ്. എന്താ പറയുന്നത്? അതൊരു റെഡ് ഹൗസാണ്. നോ വിൻഡോസ്, വിൻഡോസ് ഇല്ല, ഡോർസും ഇല്ല. വിൻഡോ ഇല്ല, ഡോറില്ല. ആകെയുള്ളത് എന്താണ്? എ ചിമ്നി ഓൺ ടോപ്പ്. ടോപ്പിലൊരു ചിമ്നി ഉണ്ട്. ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. നടുക്കൊരു നക്ഷത്രമുണ്ട്. ഷീ സെഡ്. ദ ലിറ്റിൽ ബോയ് stared at her. I never saw a house like that before. Where is it? ഞാൻ അങ്ങനെ ഒരു വീട് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ജനലുകളും വാതിലുകളും ഇല്ലാത്ത റൗണ്ട് ഷേപ്പിലുള്ള ഒരു വീട്, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഹിസ് മദർ സെഡ്, ഐ കാൺ ടെൽ യു. അത് എവിടെയാണെന്ന് ഞാൻ പറയില്ല. ബട്ട് ഇഫ് യു കീപ് യുവർ ഇയേഴ്സ് ഓപ്പൺ ആൻഡ് യുവർ ഐസ് ഓപ്പൺ ആൻഡ് യു ലുക്ക് ഹാർഡ് യു ഷുഡ് ഫൈൻഡ് ഇറ്റ് നോട്ട് ടു ഫാർ ഫ്രം ഹിയർ. എന്താ പറയുന്നത്? എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരില്ല, പക്ഷെ ഞാൻ പറയാം എന്താണ്. ഇഫ് യു കീപ് യുവർ ഐസ് ഓപ്പൺ, നീ നിൻ്റെ ചെവി തുറന്നു വെച്ചാൽ, നീ നിൻ്റെ കണ്ണുകൾ അടയാതെ തുറന്നു വെച്ചാൽ, യു ലുക്ക് ഹാർഡ്, അത്രയും ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, യു ഷുഡ് ഫൈൻഡ്, നീ ആ വീട് കണ്ടെത്തും. ഇവിടെ നിന്നും അധികം ദൂരെയല്ല ആ വീട് എന്നതാണ് പറയുന്നത്. യു വോണ്ട് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. ഈ ഒരു സ്ട്രീറ്റ് കടന്ന് അപ്പുറം ക്രോസ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല, അത്രയും അടുത്താണ്. ഐ വിൽ ഡു ഇറ്റ്, ഹി സെഡ്. യെസ്, അവൻ എന്താ പറഞ്ഞത്? ഞാൻ കണ്ടെത്തും, ഉറപ്പായിട്ടും. ഹി ബണ്ടിൽഡ് up in his raincoat and his hat, his scarf and his mittens and his boots too, and set out to find the little round red house with no windows and no doors, a chimney on top and a star in the middle. Yes, എന്താ പറയുന്നത്? അമ്മ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ എടുത്തു വെച്ചു അല്ലേ? റെയിൻകോട്ട് ഇട്ടു, ഹാറ്റ് ഇട്ടു, സ്കാർഫ് ഇട്ടു, മിറ്റൻസ് ഇട്ടു, ബൂട്ട്സ് ഇട്ടു. എന്നിട്ട് ആ റൗണ്ട് ഹൗസ് കണ്ടെത്താനായിട്ട് പോവുകയാണ്. ഹി വാക്ക്ഡ് ഡൗൺ ഹിസ് ലോങ് ബ്ലോക്ക്. ബ്ലോക്കിലോട്ട് നടക്കാൻ തുടങ്ങി. ഓൾ ദ വേ ടു ദ കോർണർ, അതിൻ്റെ അറ്റം വരെ, കോർണർ വരെ, മൂല വരെ നടക്കാൻ തുടങ്ങി. ഹി സോ വൈറ്റ് ഹൗസസ് ആൻഡ് ബ്ലൂ ഹൗസസ് ആൻഡ് യെല്ലോ ഹൗസസ് ആൻഡ് ഗ്രീൻ ഹൗസസ്. ദെൻ ഹി സോ എ റെഡ് ഹൗസ്. എന്താണ്? അവൻ ആദ്യം വെള്ള കളറിലുള്ള വീടുകൾ കണ്ടു, നീല കളറിലുള്ള വീടുകൾ കണ്ടു, യെല്ലോ കണ്ടു, ഗ്രീൻ കണ്ടു, പിന്നെ ലാസ്റ്റ് ഒരു റെഡ് ഹൗസ് കണ്ടു. ദർ ഇറ്റ് ഈസ്, ഹി ക്രൈഡ്. അവൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാ ഇവിടെയുണ്ട് ആ ഒരു റെഡ് ഹൗസ്. ബട്ട് വെയിറ്റ്, ഒരു സമയം, അതായത് ഒരു മിനിറ്റ് അവനൊന്ന് നിന്നു. ദ ഹൗസ് വാസ് സ്ക്വയർ. അമ്മ പറഞ്ഞിരിക്കുന്നത് ഹൗസ് റൗണ്ട് ആണെന്നാണ്, പക്ഷേ ഇവിടെ ഹൗസ് സ്ക്വയർ ഷേപ്പിലാണ്, നോട്ട് റൗണ്ട്. ഇറ്റ് ഹാഡ് എ ചിമ്നി. ചിമ്നി ഉണ്ട്, ഓൾ റൈറ്റ്, ബട്ട് ഓൾസോ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് വിൻഡോസ്. ഒരുപാട് ഡോർസും വിൻഡോസും ഒക്കെ ഉണ്ട്. ഇറ്റ് ഹാഡ് എ ഡോർ. ഡോർ, ഒരു ഡോർ. ഓക്കെ, ഒരുപാട് വിൻഡോസും ഒരു ഡോറും ഉണ്ട്. ഹി കുഡ്ന്റ് ടെൽ ഇഫ് ദർ വാസ് എ സ്റ്റാർ. ഒരു സ്റ്റാർ ഇല്ലായിരുന്നു അവിടെ. ദ വിൻഡോസ് ഹാഡ് എ കർട്ടൈൻസ് ഓൺ ദി ഇൻസൈഡ്. ഉള്ളിൽ കർട്ടൈൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് കാൺ ബി ഇറ്റ്. അതാവാൻ സാധ്യതയില്ല, കാരണം അമ്മ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും അല്ല ആ വീടിനുള്ളത്. ദാറ്റ് കാൺ ബി ഇറ്റ്, ഹി സെഡ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് മാർച്ച് around the corner, up the long block and to the next corner. Yes, അടുത്ത കോർണറിലേക്ക് അവൻ നടക്കാൻ തുടങ്ങി. There were yellow houses and brown houses. brown houses ഉണ്ട്, yellow houses ഉണ്ട്, and many colored houses. ഒരുപാട് നിറത്തിലുള്ള ഹൗസസ് ഉണ്ട്.
ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. അതിലൊന്നും ഈ ലിറ്റിൽ റൗണ്ട് റെഡ് കളറിലുള്ള ഹൗസ് ഇല്ലായിരുന്നു. വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുള്ള വീടുകളൊന്നും അവൻ കണ്ടില്ല. ആസ് ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ സൈഡ് വാക്ക് ഫീലിംഗ് പസിൽഡ്, ദ ലിറ്റിൽ വൈറ്റ് മെയിൽ ട്രക്ക് പുൾഡ് അപ്പ്. എന്താണ്, അവനൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഫീലിംഗ് ഓൺ ദി സൈഡ് വാക്ക് ഫീലിംഗ് പസിൽഡ്. അവന് പസിൽഡ് എന്ന് പറഞ്ഞാൽ പസിൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അവൻ എല്ലാ കോർണറിലോട്ടും നടന്നു, എല്ലാ ബ്ലോക്കിലൂടെയും നടന്നു, എന്നിട്ടും അവന് ആ ഒരു വീട് കണ്ടെത്താനായില്ല. സോ നമ്മൾ പസിൽസൊക്കെ കളിക്കാറില്ലേ, ആ ഒരു സിറ്റുവേഷനിലായി അവൻ്റെ അവസ്ഥ. ആ ഒരു സമയത്ത് ദ ലിറ്റിൽ വൈറ്റ് മെയിൽ ട്രക്ക് പുൾഡ് അപ്പ്. യെസ്, ഒരു വൈറ്റ് മെയിൽ ട്രക്ക് വന്നിട്ട് ദ മെയിൽ കാരിയർ, അതിനുള്ളിലുള്ള മെയിൽ കാരിയർ പോക്ഡ് ഹിസ് ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. യെസ്, വിൻഡോയിലൂടെ പുറത്ത് തലയിട്ടിട്ട് ചോദിക്കുകയാണ്. ആൻഡ് സെഡ്, ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്? എന്താണ് ഈ ആർ യു ലോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു കുഞ്ഞു മോനാണല്ലേ അവിടെ നിൽക്കുന്നത്. സോ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് വഴി തെറ്റിയോ? അപ്പോൾ അവൻ പറയുന്നു, ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്, ഐ ലിവ് അറ്റ് ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സി. യെസ്, അവൻ എവിടെയാണ് താമസിക്കുന്നത്? ഞാനിവിടെ അടുത്ത് തന്നെയാണ് എന്നതാണ് അവൻ ഉദ്ദേശിച്ചത്. ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സി, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ദാറ്റ്സ് റൈറ്റ് അറൗണ്ട് ദ കോർണർ. യെസ്, അതവിടെ അടുത്ത് തന്നെയാണല്ലോ. ദ മെയിൽ കാരിയർ സെഡ്, നോ, യു ആർ നോട്ട് ലോസ്റ്റ്. നിനക്ക് വഴിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഇതിവിടെ അടുത്ത് തന്നെയാണല്ലോ എന്നതാണ് മെയിൽ കാരിയർ പറയുന്നത്. The little boy asked, do you know where everyone lives around here? ഇവിടെയുള്ള എല്ലാവരെയും നിങ്ങൾക്കറിയോ? ഡു യു നോ വെയർ എവ്രിവൺ, എവിടെയാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഐ ആം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്. ഞാനൊരു സ്പെഷ്യൽ ഹൗസിന് വേണ്ടിയിട്ടുള്ള ഒരു നടത്തത്തിലാണ്, ഞാനത് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. ദ മെയിൽ കാരിയർ സെഡ് പ്രൗഡ്ലി, ഓഫ് കോഴ്സ് ഐ ഡു ലിറ്റിൽ ബോയ്, ദാറ്റ്സ് മൈ ജോബ്. വാട്ട് ഹൗസ് ഡു യു വോണ്ട് ടു ഫൈൻഡ്? എനിക്ക് എല്ലാ വീടുകളും അറിയാം. നിനക്ക് ഏത് തരത്തിലുള്ള വീടാണ് വേണ്ടത്, അറിയേണ്ടത്, കാണേണ്ടത്? The little boy said, my mother sent me to find a little round red house with no windows and no doors, a chimney on top and a star in the middle. Yes, അമ്മ പറഞ്ഞു തന്നതുപോലെ എനിക്ക് ഒരു വീട് കണ്ടെത്തണം. അമ്മ എന്നെ അത്തരം ഒരു വീട് കണ്ടെത്താനായിട്ടാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഏത് തരത്തിലുള്ള വീടാണ്? റെഡ് ഹൗസാണ്, റൗണ്ട് റെഡ് ഹൗസാണ്, വിൻഡോസ് ഇല്ലാത്ത, ഡോർസ് ഇല്ലാത്ത, ചിമ്നി ഓൺ ടോപ്പ്, ആകെ ഒരു ചിമ്നി മാത്രമുള്ള ഒരു സ്റ്റാർ ഉള്ള ഒരു വീടാണ് എനിക്ക് വേണ്ടത്. ലിറ്റിൽ ബോയ്, ദ മെയിൽ കാരിയർ സെഡ്, ഐ ഹവ് ബീൻ ടു എവറി ഹൗസ് ഇൻ ടൗൺ ബട്ട് ഐ ഹവ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. ആർ യു ഷുവർ യുവർ മദർ ഈസ് ഇൻ പുള്ളിങ് യുവർ ലെഗ്? യെസ്, എന്താ പറയുന്നത്? മോനെ, ഞാൻ ഈ ഭാഗത്ത് ഒരുപാട് കാലമായി എല്ലാ വീടുകളും എനിക്ക് നന്നായിട്ട് അറിയാം, ബട്ട് ഇങ്ങനെയുള്ളൊരു വീട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ആർ യു ഷുവർ യുവർ മദർ ഈസ് ഇൻ പുള്ളിങ് യുവർ ലെഗ്? യെസ്, എന്താണ് പുള്ളിങ് യുവർ ലെഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അമ്മ നിന്നെ പറ്റിച്ചതൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ നിൻ്റെ കാല് വാരിയതല്ലല്ലോ. കാല് വാരുക എന്ന് പറയും അല്ലേ, അങ്ങനെയൊന്നും അല്ലല്ലോ. ഇത് ഇങ്ങനെയൊരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഓ നോ, ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്, മൈ മദർ വുഡിൻ ടീസ് മീ. എൻ്റെ അമ്മ ഒരിക്കലും എന്നെ കളിയാക്കുകയില്ല. ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്, സോ ഐ നോ ഇറ്റ്സ് റിയൽ. എൻ്റെ പ്രായത്തിൽ എൻ്റെ അമ്മ അങ്ങനെ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഉറപ്പാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീട് ഇവിടെ എവിടെയോ ഉണ്ട്. എൻ്റെ അമ്മ എന്നെ കളിയാക്കുന്നതല്ല. ദ മെയിൽ കാരിയർ ഷുക്ക് ഹിസ് head sorrowfully and said, sorry, I can't help you, my friend, I got to be getting on my way, it's time to deliver the mail. Yes, എന്താ പറയുന്നത്? എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോറോഫുള്ളി എന്ന് പറഞ്ഞാൽ സങ്കടത്തോടെയാണ് പറയുന്നത്. സോറി, എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല, കാരണം എനിക്കിനിയും ഒരുപാട് വീടുകളിൽ മെയിൽ കൊണ്ട് കൊടുക്കാനുണ്ട്. ഞാൻ പോകുന്ന വഴിയാണ്. വേവിങ് ഗുഡ് ബൈ ഹി ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ്സ്. എന്താണ്? അവന് ആ ഒരു ബോയിയോട് മെയിൽ കാരിയർ ഗുഡ് ബൈ പറഞ്ഞ് പോയി.
The little boy tromped around the next corner and down the block. Every house had windows and doors. Some were red, some had chimneys, but no one of them was a little round red house with no windows and no doors, a chimney on top and a star in the middle. അവന് ഒരുപാട് വീടുകളിൽ ഒരുപാട് ബ്ലോക്സിൽ ഒരുപാട് വീടുകൾ നോക്കി സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നു. പക്ഷേ അത്തരം ഒരു വീട് കാണാൻ സാധിക്കുന്നില്ല. എത്തരം ഒരു വീട്? ഈ ഒരു സെൻറ്റൻസ് നമ്മളിപ്പോൾ വായിച്ചത് വരെ ഒരുപാട് തവണ നമ്മൾ കണ്ടു അല്ലേ? എങ്ങനെയുള്ള വീടാണ്? ദ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ഇങ്ങനെയുള്ളൊരു വീടാണ്. സോ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഉറപ്പായിട്ടും ക്വസ്റ്റ്യനിൽ എവിടെയായാലും നമുക്ക് ഈ ഒരു ആൻസർ എഴുതാൻ നമുക്ക് വരും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഹി സ്റ്റോപ്ഡ് അഗെയിൻ ടു തിങ്ക് ആൻഡ് ലുക്ക്ഡ് അപ്പ് ടു സീ എ പോലീസ് കാർ ക്രൂസിങ് ഡൗൺ ദ സ്ട്രീറ്റ്. അവൻ ഒന്ന് നിന്നു, നടന്ന് പോകുന്ന സമയത്ത് ഒന്ന് നിന്നു. എന്നിട്ട് ടു തിങ്ക് ആൻഡ് ലുക്ക്ഡ് അപ്പ് ടു സീ എ പോലീസ് കാർ, ഒരു പോലീസ് കാറ് അവൻ കണ്ടു. ഇറ്റ് പുൾഡ് അപ്പ് അലോങ് സൈഡ് ഹിം ആൻഡ് എ പോലീസ് ഓഫീസർ പോക്ഡ് ഹെർ ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്? യെസ്, ഒരു പോലീസ് കാർ കണ്ടു. അതിൽ നിന്നൊരു പോലീസ് ഓഫീസർ ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്? നിനക്ക് വഴി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിനക്ക് വഴി തെറ്റിപ്പോയോ? ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്, ഐ ലിവ് അറ്റ് ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സി. ഇത് രണ്ടാമത്തെ തവണയാണ് ആ കുട്ടി ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. സോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സി. ദാറ്റ്സ് റൈറ്റ്, അറൗണ്ട് ദ ബ്ലോക്ക്. യെസ്, അത് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ദ പോലീസ് ഓഫീസർ സെഡ്, നോ യു ആർ നോട്ട് ലോസ്റ്റ്. നിനക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ല, അതിവിടെ അടുത്ത് തന്നെയാണല്ലോ ആ പ്ലേസ് എന്ന് പറഞ്ഞു. ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്, ഡു യു നോ വെയർ എവ്രി വൺ ലിവ്സ് അറൗണ്ട് ഹിയർ? യെസ്, ആ ഒരു മെയിൽ കാരിയറിനോട് ചോദിച്ചു അതേ ചോദ്യം തന്നെ ഈ ലിറ്റിൽ ബോയ് പോലീസ് ഓഫീസറോടും ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ അറിയുമോ? ഐ എം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്. ഐ ആസ്ക്ഡ് ദ മെയിൽ കാരിയർ ആൻഡ് ഹി ഡിഡിൻ നോ വെയർ ഇറ്റ് വാസ്. ഞാനൊരു സ്പെഷ്യൽ ഹൗസിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഞാനിവിടെയുള്ള മെയിൽ കാരിയറിനോട് ചോദിച്ചു, പക്ഷെ അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അറിയുമോ? The officer said, little boy, I know this neighborhood like the back of my hand. എന്താണ് പറയുന്നത്? എനിക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഐ ഡ്രൈവ് അപ്പ് ദീസ് സ്ട്രീറ്റ്സ് ആൻഡ് ഡൗൺ ദീസ് സ്ട്രീറ്റ്സ് എവറി ഡേ മേക്കിംഗ് ഷുവർ തിങ്സ് ആർ സേഫ് അറൗണ്ട് ഹിയർ. വാട്ട് ഹൗസ് ഡു യു വോണ്ട് ടു ഫൈൻഡ്? യെസ്, ഈ ഒരു ഏരിയയിൽ ഞാൻ എപ്പോഴും ഉണ്ടാവുന്നതാണ്. സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ആളാണല്ലോ പോലീസ് ഓഫീസേഴ്സ്. സോ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഏരിയയിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഏത് തരത്തിലുള്ള വീടാണ് നിനക്ക് വേണ്ടത്? The little boy said, my mother sent me to find a little round red house with no windows and no doors. Yes, വിൻഡോസും ഡോർസൊന്നും ഇല്ലാത്തൊരു വീട്. എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ഇത്തരത്തിലുള്ളൊരു വീടാണ് എനിക്ക് കാണേണ്ടത്. Little boy, the officer said, I have been past every house in this town, but I have never seen a house like that before. Are you sure that വാട്ട്സ് യുവർ മദർ സെഡ്? യെസ്, നിൻ്റെ അമ്മ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അതുതന്നെയാണോ നിൻ്റെ അമ്മ പറഞ്ഞത്? അത്തരം ഫീച്ചേഴ്സ് തന്നെയാണോ അമ്മ പറഞ്ഞത് എന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൻ മറുപടി പറയുന്നത് എന്താണ്? ഓ യെസ്, ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്. ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്. ഐ നോ ഇറ്റ്സ് റിയൽ. യെസ്, അമ്മ എൻ്റെ പ്രായത്തിലുള്ള സമയത്ത് അത്തരം ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശരിയാണ്, അതൊരിക്കലും തെറ്റാൻ സാധ്യതയില്ല. ദ പോലീസ് ഓഫീസർ സെഡ്, സോറി ഐ കാൺട്ട് ഹെൽപ്പ് യു ബഡേ, ഐ ഹാവ് ഗോട്ട് ടു ബി ഗെറ്റിംഗ് ബാക്ക് ടു മൈ സ്ട്രീറ്റ് പെട്രോൾ. യെസ്, പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് പോലീസ് ഓഫീസേഴ്സ് പെട്രോളിങ് ചെയ്യുമല്ലോ അല്ലേ? പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു വീട് എനിക്ക് അറിയില്ല, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. വേവിങ് ഗുഡ് ബൈ ഷി ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ്. യെസ്, ഗുഡ് ബൈ പറഞ്ഞിട്ട് കാർ ഓടിച്ചു പോയി.
അപ്പോഴും നമ്മുടെ ലിറ്റിൽ ബോയ്ക്ക് വീട് ലഭിച്ചില്ല, അല്ലേ, വീട് കാണാൻ സാധിച്ചില്ല. ദ ലിറ്റിൽ ബോയ് വാസ് ഗെറ്റിംഗ് ഡിസ്കറേജ്ഡ്. ഹിസ് മദർ സെഡ് ഹി വുഡൻറ്റ് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റ് പോലും കടക്കണ്ട എന്നതാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലാണ് വീട് എന്ന് അറിയുകയും ചെയ്തു, പക്ഷെ കണ്ടുപിടിക്കാനും സാധിച്ചില്ല. സോ അവൻ വല്ലാതെ നിരാശനായിപ്പോയി. But no matter how hard he looked, he could not find the house he was looking for. അവന് ആ ഒരു വീട് കണ്ടെത്താൻ സാധിച്ചില്ല. There was just one more house to check. ഒരു വീടും കൂടി നോക്കാനുണ്ട്. ആരുടെ വീടാണിത്? ആൻഡ് ദാറ്റ് വാസ് മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഹൗസ്. ഫെറ്റ്സർ എന്ന് പറയുന്ന ആളുടെ ഹൗസാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ബ്ലോക്കിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത്. മിസ്റ്റർ ഫെറ്റ്സർ ഹാഡ് ലിവ്ഡ് ഇൻ ദ നെയ്ബർഹുഡ് ലോങ്ങർ ദാൻ എനി വൺ. ഒരുപാട് കാലമായിട്ട് അവിടെ താമസിക്കുന്ന ആളാണ് മിസ്റ്റർ ഫെറ്റ്സർ. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ദർ വെയർ മെനി ഫാംസ് ഇൻ ബ്രിഡ്ജ് വാട്ടറിൽ ഒരുപാട് ഫാംസ് ഉണ്ടായിരുന്നു. ബട്ട് വൺ ബൈ വൺ ദ ലാൻഡ് ഹാഡ് ബീൻ സോൾഡ്. ഓരോ സമയത്തായിട്ട് ഓരോ ലാൻഡും മുറിച്ച് വിൽക്കുകയാണ് ഉണ്ടായത്. ആൻഡ് ഹൗസസ് വെയർ ബിൽഡ്. അങ്ങനെയാണ് വീടൊക്കെ പൊങ്ങി വന്നത് ആ ഒരു ഭാഗത്ത്. where there had once been fields of jersey tomatoes and white corn. yes, എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ഫാമിൽ? ജേഴ്സി ടൊമാറ്റോസ് ആൻഡ് വൈറ്റ് കോൺസും ജേഴ്സി ടൊമാറ്റോസും ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഫാം വാസ് ദ ലാസ്റ്റ് വൺ ലെഫ്റ്റ് ഇൻ ദ നെയ്ബർഹുഡ്. യെസ്, നമ്മളുടെ പ്രദേശത്ത് ഏറ്റവും അവസാനമായിട്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫാം എന്ന് പറയുന്നത് ആരുടെയാണ്? മിസ്റ്റർ ഫെറ്റ്സേഴ്സിൻ്റെ ഫാമാണ്. ഹി റാൻ എ സ്മോൾ ഫാം സ്റ്റാൻഡ് ആൻഡ് സോൾഡ് ദ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹി ഗ്രൂ ഇൻ ഹിസ് ഗാർഡൻസ് ആൻഡ് ഓർക്കാർഡ്സ്. എന്താ പറയുന്നത്? ആ ഒരു ഫാമിൽ, ഒരു കുഞ്ഞു ഫാമാണ് ഫെറ്റ്സറിൻ്റെ ഫാം. ഒരുപാട് ഫാമുകൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്, പക്ഷെ എല്ലാം മുറിച്ച് വിറ്റു, ഓരോ വീടുകളായിട്ട് ഉയർന്നു വന്നു. ഈ ഒരു ഫാമിൽ എന്തായിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന? ഒരു കുഞ്ഞു ഫാമാണ്. അവിടെ വെജിറ്റബിൾസും ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അത് വിൽക്കുകയാണ് പതിവ്. ഇഫ് എനിവൺ നോസ് വെയർ ദാറ്റ് ഹൗസ് ഈസ് ഹി ഷുഡ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ആർക്കാണോ അറിയുന്നത് അത് അദ്ദേഹത്തിനായിരിക്കും അത്രയും നന്നായിട്ട്. കാരണം ഫെറ്റ്സർ അവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ്. The little boy reasoned. So up he trudged to Mr. Fetzer's barn and peered inside. Yes, അദ്ദേഹത്തിൻ്റെ ഫാമിലോട്ട് പോയി, എന്നിട്ട് നോക്കി. There was the farmer packing apples into boxes. യെസ്, അവിടെ എന്താ കണ്ടത്? ഫാർമർ ആപ്പിൾ ബോക്സിൽ പാക്ക് ചെയ്യാണ്. He looked up. Why, hello there, young fella. What can I do for you? Come for a taste of my apple cider. യെസ്, ആ ഒരു ഫാർമർ ആ ഒരു ബോയെ അകത്തോട്ട് വിളിക്കുകയാണ്. എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ താങ്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? കം ഫോർ എ ടേസ്റ്റ് ഓഫ് മൈ ആപ്പിൾ സൈഡർ. ആപ്പിൾ സൈഡർ എന്ന് വെച്ചാൽ ഒരു ആൽക്കഹോളിക് ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. ആപ്പിൾ ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ആപ്പിൾ ജ്യൂസിൽ നിന്നാണ് ഈ ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് ആയിട്ടുള്ള സൈഡർ ഉണ്ടാക്കുന്നത്. സോ അത് ടേസ്റ്റ് ചെയ്യാനാണ് കൊടുക്കുന്നത്. ഹി poured a cup and handed it to the little boy. അത് ഒരു കപ്പിലെടുത്തിട്ട് ലിറ്റിൽ ബോയ്ക്ക് കൊടുക്കുകയാണ്. The little boy drank it down gratefully. Yes, hunting for houses was thirsty work. The cider tasted sweet and tart all at the same time. എന്താ പറയുന്നത്? ഒരുപാട് വീട് നോക്കിയിട്ട് ഒരുപാട് നടന്ന് അലഞ്ഞതുകൊണ്ട് തന്നെ അവന് അതേപോലെ ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു സൈഡർ ടേസ്റ്റ് ചെയ്തു. അറ്റ് എ ടൈം ദ സൈഡർ ടേസ്റ്റഡ് സ്വീറ്റ് ആൻഡ് ടാർട്ട്. സ്വീറ്റ് എന്ന് വെച്ചാൽ മധുരമാണ്, ടാർട്ട് എന്ന് വെച്ചാൽ എരിവാണ്. അറ്റ് എ ടൈം മധുരം ഉണ്ടായിരുന്നു, എരിവുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ ദ സൈഡർ ദ ലിറ്റിൽ ബോയ് സെഡ്. യെസ്, ലിറ്റിൽ ബോയ് ആ ഒരു ഫാർമറോട് താങ്ക് യു പറഞ്ഞു. മിസ്റ്റർ ഫെറ്റ്സർ, ക്യാൻ യു ഹെൽപ്പ് മീ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ മിസ്റ്റർ ഫെറ്റ്സർ? ഐ എം ലുക്കിംഗ് ഫോർ എ ഹൗസ്. ഞാനൊരു വീട് നോക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് എ
ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, ഒരു കുഞ്ഞു വീടാണ്, റൗണ്ട് ഷേപ്പിലുള്ള റെഡ് കളറിലുള്ള വീടാണ്. മറ്റു പ്രത്യേകതകളും കൂടിയുണ്ട്. എന്താണ്? വിത്ത് നോ വിൻഡോസ്, വിൻഡോസ് ഇല്ലാത്ത, ആൻഡ് നോ ഡോർസ്, ഡോർസ് ഇല്ലാത്ത, എ ചിമ്നി ഓൺ ടോപ്പ്, ഒരു ചിമ്നി മേലെയുള്ള, ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ഒരു സ്റ്റാർ മിഡിലുള്ള അത്തരമൊരു വീട് കണ്ടെത്താൻ സാധിക്കുമോ? മൈ മദർ സേസ് യു ഹാവ് ലിവ്ഡ് ഹിയർ ലോങ്ങർ ദാൻ എനിബഡി, എത്ര പേരെക്കാളും, ഈ ഭാഗത്തുള്ള എല്ലാവരെക്കാളും കൂടുതൽ ഇവിടെ താമസിച്ചിട്ടുള്ളത് താങ്കളാണ്. അതുകൊണ്ട് തന്നെ, ആൻഡ് ഷി ഫൗണ്ട് ദ ഹൗസ് വെൻ ഷി വാസ് മൈ ഏജ്, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പ്രായമുള്ള സമയത്താണ് ഈ ഒരു വീട് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഐ തോട്ട് യു മൈറ്റ് നോ വെയർ ഇറ്റ് ഈസ്, നിങ്ങൾക്കതെവിടെയാണെന്ന് പറയാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. മിസ്റ്റർ ഫെറ്റ്സർ സ്മൈൽ ചെയ്തു. സീംസ് ടു മീ ഐ റിമെമ്പർ യുവർ മദർ വെൻ ഷി വാസ് ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ. യെസ്, എനിക്ക് ഓർമ്മയുണ്ട്, നിൻ്റെ അമ്മ നിൻ്റെ അതേ വയസ്സുള്ള സമയത്ത് ഒരു കുഞ്ഞ് പെൺകുട്ടിയായിരിക്കുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. സീംസ് ടു മീ ഷീ കെയിം ടു ഫൈൻഡ് മീ ഓൺ എ ഡേ ജസ്റ്റ് ലൈക്ക് ടുഡേ. യെസ്, അത്തരമൊരു വീട് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. സീംസ് ടു മീ ദാറ്റ് ഷി വാസ് ലുക്കിംഗ് ഫോർ എ ഹൗസ്, ഒരു വീട് നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദ വൺ യു ഹവ് ഡിസ്ക്രൈബ്ഡ്, നീ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിൻ്റെ അമ്മയും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സീംസ് ടു മീ ഐ ന്യൂ ജസ്റ്റ് വെയർ ടു സെൻഡ് ഹെർ, ഐ ന്യൂ ജസ്റ്റ് വെയർ ടു സെൻഡ് ഹെർ, എനിക്കറിയായിരുന്നു അവളെ എങ്ങോട്ടാണ് അയക്കേണ്ടതെന്ന് എനിക്ക് അറിയായിരുന്നു. ദ ഫാർമർ വാക്ക്ഡ് ഔട്ട്സൈഡ് ആൻഡ് പോയിൻറ്റഡ് ടു ഹിസ് ഓർച്ചാർഡ്സ് അപ്പ് ഓൺ എ ഹിൽ, ലിറ്റിൽ ഹിൽ, സീ ദോസ് ട്രീസ്. യെസ്, ഫാർമർ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഓർച്ചാർഡ്സിലേക്ക്, ഓർച്ചാർഡ്സ് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ലാൻഡ്, ഒരു പീസ് ഓഫ് ലാൻഡാണ്, ഒരുപാട് ഫ്രൂട്ട് ട്രീസ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞ് ലാൻഡ്. ആ ഒരു ഭാഗത്തേക്ക് അദ്ദേഹം കൈ ചൂണ്ടിയിട്ട് കാണിച്ചു. സീ ദോസ് ട്രീസ്, ആ മരങ്ങൾ കണ്ടോ? റൺ അപ്പ് ദെയർ ആൻഡ് ടേക്ക് എ ലുക്ക് അറൗണ്ട്, അവിടെ പോയിട്ട് ഒന്ന് നോക്കുക, ഒന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കുക. ആൻഡ് ഐ തിങ്ക് യു വിൽ ഫൈൻഡ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, നിനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, നീ ഏതാണ് ഉദ്ദേശിക്കുന്നത്, നിനക്ക് എന്താണ് കാണേണ്ടത്, അതവിടെ പോയാൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. ദ ലിറ്റിൽ ബോയ് ran across the field and up the hill. Yes, മലയ്ക്ക് മുകളിലോട്ട് കയറി. He stood under one of the apple trees and looked all around. ഒരു ആപ്പിൾ ട്രീയുടെ കീഴിൽ നിന്നിട്ട് ചുറ്റും നോക്കി. The wind was blowing, കാറ്റടിക്കുന്നുണ്ടായിരുന്നു. A dancing breeze and it blew a red apple right off the tree. ഒരു ട്രീയുടെ മുകളിൽ നിന്നും ഒരു റെഡ് ആപ്പിൾ ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. താങ്ക് ദി ആപ്പിൾ ലാൻഡഡ് അറ്റ് ഹിസ് ഫീറ്റ്. യെസ്, ആ ഒരു ആപ്പിള് നിലത്ത് വീണു, കാറ്റിൽ ആപ്പിൾ നിലത്ത് വീണു. പിക്കിംഗ് ഇറ്റ് അപ്പ് ദ ലിറ്റിൽ ബോയ് ടുക്ക് എ ക്ലോസർ ലുക്ക്. ഒരു നിമിഷ നേരത്തേക്ക് അവൻ എന്ത് ചെയ്തു? ആ ആപ്പിൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്. അവൻ സ്വയം പറയാണത്. ഹി സെഡ് ടേണിങ് ഇറ്റ്, അതൊന്ന് തിരിച്ചു നോക്കിയിട്ട് അവൻ പറയാണ്, എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ് ആൻഡ് ഇറ്റ് turning it and looking at its shiny round red surface. യെസ്, എന്താണ് ആ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറയുന്നത്? ആപ്പിളാണ് അല്ലേ? അതൊന്ന് അവൻ തിരിച്ചു നോക്കി. എന്നിട്ട് അവന് അതിൻ്റെ മേലെയുള്ള ഹി സെഡ് ടച്ചിങ് ദ സ്റ്റെം, അത് ചിമ്നിയാണെന്ന് അവൻ പറഞ്ഞു. എ സ്റ്റാർ ഇൻ ദ മിഡിൽ സ്റ്റെമ്മ് നോക്കിയിട്ട് സ്റ്റാർ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അത് റെയിൻകോട്ടിൻ്റെ പോക്കറ്റിലിട്ടു. ഹി പുട്ട് ദ ആപ്പിൾ ഇൻ ഹിസ് റെയിൻകോട്ടിൻ്റെ പോക്കറ്റിലിട്ടിട്ട് അവന് വീട്ടിലേക്ക് ഓടി. മോം ഹി ക്രൈഡ്, ഐ തിങ്ക് ഐ ഫൗണ്ട് ഇറ്റ്. യെസ്, അമ്മേ, ഞാനത് കണ്ടുപിടിച്ചു. ഹിസ് മദർ സ്മൈൽഡ് വെൻ ഹി ടുക്ക് ദ ആപ്പിൾ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. യെസ്, ആപ്പിൾ പോക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്ത സമയത്ത് അവനത് എടുത്ത സമയത്ത് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ ഒന്ന് പുഞ്ചിരിച്ചു. ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഹർ, അത് അമ്മയ്ക്ക് അവൻ കൊടുത്തു. ഐ തിങ്ക് യു ഡിഡ് ടു, ഷീ സെഡ്. എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ് ആൻഡ് ചിമ്നീസ് ഓൺ ടോപ്പ്. എന്താ പറയുന്നത്? യെസ്, നീയും അത് കണ്ടെത്തി, നീയും അത് ചെയ്തു, ഇത്തരമൊരു വീട് നീയും കണ്ടുപിടിച്ചു. ബട്ട് വെയർസ് ദ സ്റ്റാർ, എവിടെയാണ് നക്ഷത്രം? ഹി ആസ്ക്ഡ്.
She picked up a star knife from the table, placing the apple on its side on a plate. She cut it in half, right through its middle, and there in the center was a star. യെസ്, നമ്മൾ ആപ്പിൾ നടുകെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ലേ? ഷീ പിക്ഡ്, ഒരു ഷാർപ്പ് നൈഫ് എടുത്തു ടേബിളിൽ നിന്നും, പ്ലേസിങ് ദ ആപ്പിൾ ഓൺ ഇറ്റ്സ് സൈഡിൽ പ്ലേറ്റിൻ്റെ മേലെ അത് ആപ്പിൾ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഷീ കട്ട് ഇറ്റ് ഇൻ ഹാഫ്, പകുതിയായിട്ട് മുറിച്ച സമയത്ത് റൈറ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ, കറക്റ്റ് മിഡിലായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കാണാൻ സാധിക്കും നമുക്ക്? ആ ഒരു സെൻറ്ററിൽ സ്റ്റാർ ഷേപ്പ് കാണാൻ സാധിക്കില്ലേ? യെസ്, അതാണ് പറഞ്ഞത്. ഓ ഹൗ വണ്ടർഫുൾ, ദെയർ ഇൻസൈഡ് ദ ആപ്പിൾ ലേ എ സ്റ്റാർ ഹോൾഡിങ് 5 ബ്രൗൺ സീഡ്സ്. യെസ്, സീഡ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഷേപ്പില്ലേ, സ്റ്റാർ ഷേപ്ഡ്, അതിനെയാണ് നമ്മൾ ആപ്പിൾ പോയിട്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ടു വണ്ടർഫുൾ ടു ഈറ്റ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർ, ഇസ്ൻറ്റ് ഇറ്റ്? യെസ്, അത് എത്രയും മനോഹരമാണല്ലേ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട്, ആ സ്റ്റാർ നോക്കാതെ അല്ലേ അമ്മേ? ദ ലിറ്റിൽ ബോയ് സെഡ് ടു ഹിസ് മദർ, അമ്മയോട് പറയാണ്, ഇറ്റ് ഈസ് ടു വണ്ടർഫുൾ ടു ഈറ്റ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർ നോക്കാതെ കഴിക്കാൻ എന്ത് രസമാണ്. യെസ് ഇൻഡീഡ് ആൻസേർഡ് ഹിസ് മദർ. ഇതാണ് ഒരു കഥ. എന്താണ് കഥയുടെ പേര്? ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. നമ്മൾ ഈ കഥ വായിക്കുന്നതിന് മുന്നേ ഹൗസിൻ്റെ പിക്ചറൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെന്താണ്, ജസ്റ്റ് ഒരു ഹൗസിനെ കുറിച്ചുള്ള കഥയാണ്. പക്ഷേ ഹൗസ് എന്ന് പറയുന്നത് ഒരു ആപ്പിളായിരുന്നു അല്ലേ? എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ കഥയുടെ ചോദ്യോത്തരങ്ങളൊക്കെ ഒന്ന് എഴുതാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ അതുവരേക്കും എല്ലാവരും ഈ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക, ഈ ഒരു ചാപ്റ്റർ വായിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി തന്നെ അല്ലേ? സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. So that's all about today's video. Hope you all find informative. Thanks for watching.